Hello, good morning. Next topic is industrial estates. നമ്മൾ ഒത്തിരി കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നോക്കാം. സോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈസ് എ പ്ലാൻഡ് ക്ലസ്റ്ററിങ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിങ് ആണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂട്ടായ്മ എന്നുള്ളതാണ്, കൂട്ടം. ഓക്കെ, അപ്പോൾ ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ക്ലസ്റ്ററിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കാക്കഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുമ്പം അവിടെ ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിങ് ആണ്, അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു പർട്ടിക്കുലർ പ്ലേസിലുള്ള ഒരു പ്ലാൻഡ് ക്ലസ്റ്ററിങ്, ആസൂത്രിതമായിട്ടുള്ള ഒരു കൂട്ടായ്മയുള്ള സ്ഥലത്തെയാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്ലേസ് where the required facilities and factory accommodations are provided by the government to the entrepreneurs to establish their industries there. അവിടെ ഒരു കോമൺ ഫെസിലിറ്റീസ്, റിക്വയർഡ് കോമൺ ഫെസിലിറ്റീസ് ആൻഡ് ഫാക്ടറി അക്കോമഡേഷൻസ് ആർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ദ എൻ്റർപ്രണേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദെയർ ഇൻഡസ്ട്രീസ് ദെയർ. ഇവിടെ ഗവൺമെൻറ് ഒരു കോമൺ ഫെസിലിറ്റീസ് എന്ത് ചെയ്യും? പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന എൻ്റർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഇൻഡസ്ട്രീസ് അവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ഫെസിലിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നു? ഗവൺമെൻറ് എൻ്റർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കോമൺ ഫെസിലിറ്റീസ്, കോമൺ ഫാക്ടറി അക്കോമഡേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കിൻഫ്ര പാർക്ക് പോലുള്ള ഒരു പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവിടെ കോമൺ ഫെസിലിറ്റി എന്തായിരിക്കും? അവിടെയുള്ള ആ ഇൻഡസ്ട്രിയൽ പാർക്കിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോഴിക്കോടുള്ള അല്ലെങ്കിൽ കാക്കഞ്ചേരിയുള്ള കിൻഫ്ര പാർക്കിനകത്ത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ നൽകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ പ്ലേസ് പ്രൊവൈഡ് ചെയ്യും. അവിടെ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റി എല്ലാം കോമൺ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ബിൽഡിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതല്ലെങ്കിൽ റോഡ് ഫെസിലിറ്റി ഉണ്ട്, വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യങ്ങളും ഉണ്ട്, പവർ ഫെസിലിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കോമൺ ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള കോമൺ ഫെസിലിറ്റി, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കോമൺ ഫെസിലിറ്റി അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈസ് എ പ്ലേസ് where the required facilities and factory accommodations are provided by the government to the entrepreneurs to establish their industries there. നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള കോമൺ ഫെസിലിറ്റി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. സോ ഇറ്റ് ഈസ് എ പ്ലാൻഡ് ക്ലസ്റ്ററിങ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു ആസൂത്രിതമായിട്ടുള്ള കൂട്ടായ്മയാണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഡെവലപ്ഡ് ഇൻ അർബൺ ഏരിയ, സെമി അർബൺ ഏരിയ ഓർ റൂറൽ ഏരിയ. ഇത് അർബൺ ഏരിയയിലാവാം, സെമി അർബൺ ഏരിയയിലാവാം, റൂറൽ ഏരിയയിലും ആവാം. ഓക്കെ, ദെൻ തേർഡ്, ഇറ്റ് പ്രൊവൈഡ് സെവറൽ കോമൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോമൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആകുമ്പോൾ അവിടേക്ക് കോമൺ ആയിട്ടുള്ള വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കും, പവർ ഫെസിലിറ്റി ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ കോമൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യും ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ളതാണ് തേർഡ് ഫീച്ചേഴ്സ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഒരു റിമോട്ട് ഏരിയയിൽ ഒരു ബിസിനസ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അവിടേക്ക് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവിടേക്ക് എന്ത് വേണം? നമ്മൾ റോഡ് ഉണ്ടാക്കണം. റിമോട്ട് ഏരിയയിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടേക്ക് നമ്മൾ സ്വന്തമായിട്ട് റോഡ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അവിടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കണം, വാട്ടർ ഫെസിലിറ്റി ഉണ്ടാക്കണം, പവർ ഫെസിലിറ്റി ഉണ്ടാക്കണം, അല്ലേ? പവർ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ
എന്താണ് LT പവറാണോ അല്ലെങ്കിൽ ലോ ടെൻഷൻ പവറാണോ ഹൈ ടെൻഷൻ പവറാണോ എന്ന് തീരുമാനിക്കണം. ഹൈ ടെൻഷൻ പവറാണെങ്കിൽ നമ്മൾ പർട്ടിക്കുലറായിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ വേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വലിയ എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന റോഡ് നിർമ്മിക്കാനുള്ള, ബിൽഡിംഗ് നിർമ്മിക്കാനുള്ള, പവർ കണക്ഷൻ കിട്ടാനുള്ള, വാട്ടർ ഫെസിലിറ്റി, ഇങ്ങനെയുള്ള കോമൺ ഫെസിലിറ്റി എല്ലാം അവിടെ കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലൂടെ സഹായിക്കും. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? പുതിയ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സഹായിക്കുന്നുണ്ട്. സോ അതാണ് ഇവിടെ തേർഡ് ഫീച്ചർ പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് several common facility infrastructural facilities such as power, water, road, repair, maintenance, etc. ഇത്തരത്തിലുള്ള കോമൺ ഫെസിലിറ്റി എല്ലാം ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഇറ്റ് മേ ബി ലാർജ്, മീഡിയം ഓർ സ്മോൾ. ഇതെന്താവാം? ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ലാർജ് സ്കെയിൽ ആയിരിക്കാം, അതല്ലെങ്കിൽ മീഡിയം ആയിരിക്കാം, സ്മോൾ ആയിരിക്കാം. ഓക്കെ. ദെൻ ഫിഫ്ത്ത്, ഇറ്റ് മേ ബി സെറ്റപ്പ് ബൈ ഗവൺമെൻറ്, കോപ്പറേറ്റീവ് ഓർ ഈവൺ ഇൻ പ്രൈവറ്റ് ഏജൻസീസ്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് പറഞ്ഞിരുന്നു ഗവൺമെൻറ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഈവൺ ഇപ്പോൾ എന്തുണ്ട്, ഗവൺമെൻറ് മാത്രമല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കോപ്പറേറ്റീവ് സെക്ടറിലുണ്ട്, ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്, പ്രൈവറ്റ് ഏജൻസികളും നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു 5 ഫീച്ചേഴ്സും കൂടെ അതിനോട് ഓർക്കുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഈസ് എ പ്ലാന്റ് ക്ലസ്റ്ററിങ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഒത്തിരി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ ഒരു പ്ലാന്റ് ക്ലസ്റ്ററിങ് ആണ്. ഓക്കെ. ഫീച്ചേഴ്സ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, പ്ലാന്റ് ക്ലസ്റ്ററിങ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. സെക്കൻഡ്, അർബൺ ഏരിയയിലും സെമി അർബൺ ഏരിയയിലും റൂറൽ ഏരിയയിലും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. തേർഡ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ കോമൺ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ലാർജ് ആവാം, മീഡിയം ആവാം, സ്മോൾ ആവാം. ദെൻ ലാസ്റ്റ്, ഇത് ഗവൺമെൻറ് സെക്ടറിലും കോപ്പറേറ്റീവ് മേഖലയിലും പ്രൈവറ്റ് ഏജൻസികളും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർക്കാനുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.